ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എന്തെല്ലാം ഗൈഡൻസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാമാണ് ഇന്നത്തെ എനർജീസ് എന്ന് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ. ഇന്ന് എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് കാണുന്നത് 5 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന അല്ലെങ്കിൽ മാനസികമായി സമ്മർദ്ദപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്നേ ദിവസം പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് സ്വാർത്ഥത, മറ്റുള്ളവരുടെ സ്വാർത്ഥതയ്ക്ക് നമ്മൾ പാത്രമാവുന്നതാവാം, അല്ലെങ്കിൽ ചില ആളുകളുടെ സാന്നിധ്യം നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലരുടെ ഈ പറഞ്ഞ എന്താ ചിലരുടെ സാന്നിധ്യം അത് തന്നെയാണ് 5 ഓഫ് സോഡ്സ് പറയുന്നത്. ചില ചിന്തകൾ, ചില ആളുകളെ കുറിച്ചുള്ള ചിന്തകൾ നമ്മളെ സ്വാധീനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആളുകൾ നമ്മളോട് മറ്റു ചില ആളുകളെക്കുറിച്ച് പറഞ്ഞു തരുന്നത് നമ്മളത് കേൾക്കുകയാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് കാണുന്നുണ്ട്. 5 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിന്നിങ് അറ്റ് എനി കോസ്റ്റ് എന്നാണ് ഈ കാർഡിൻ്റെ അർത്ഥം തന്നെ. അതായത് എന്ത് വില കൊടുത്തും സ്വന്തമാക്കുക, എന്ത് വില കൊടുത്തും നേടുക എന്നൊക്കെയാണ്. അപ്പം മറ്റുള്ളവരുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്തിട്ട് നമ്മളൊരു കാര്യം നേടുന്നതിനാണ് ഈ 5 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇന്ന് ഹേർട്ട് ആവാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ സാന്നിധ്യം, മറ്റുള്ളവർ പരസ്പരം നടത്തുന്ന മറ്റ് ചില ആളുകളുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ ഇമോഷൻസ് ഹേർട്ട് ആകാൻ സാധ്യത ഉണ്ടെന്നാണ് 5 ഓഫ് സോഡ്സ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്കും തിരിച്ചും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാനുള്ളൊരു ടെൻഡൻസി നിങ്ങൾക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അത് വളരെ ഒരു ഇമോഷണലി ഹേർട്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ വലിയൊരു കർമ്മയാണത്. ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവുകയും നമ്മൾ ആരെ ഇമോഷണലി ഹേർട്ട് ചെയ്തത് കൊണ്ടാണോ നമ്മളത് തിരിച്ചനുഭവിക്കേണ്ടി വരുന്നത്, നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് ആ ആളുടെ ആ പേര്, അയാളുടെ മുഖം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരികയും ചെയ്യും. അതാണ് ഈ ഒരു ഇമോഷണൽ ഹേർട്ടിങ്ങിൻ്റെ കർമ്മ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. ഭയങ്കര പെയിൻഫുള്ളാണത്. ഓക്കെ, അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ദിവസം കാണുന്നുണ്ട്. മറ്റുള്ളവർ നമ്മളെ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ മറ്റുള്ളവർ അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതാണ് 5 ഓഫ് സോഡ്സിൻ്റെ എനർജി പറയുന്നത്. ഒരു തരം ചീറ്റിംഗ് ആണത്. നമ്മളോട് കോമ്പീറ്റ് ചെയ്യാൻ ആളുണ്ടാവുക, നമ്മളോട് ചലഞ്ച് ചെയ്യുക, മനസ്സിലായോ? അപ്പോൾ അതാണ് 5 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എംപറർ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹയർ അതോറിറ്റി തന്നെ ആയിരിക്കാം നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താമണ്ഡലത്തെ ഒന്ന് പരിവപ്പെടുത്തുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു അതോറിറ്റി തന്നെ ആവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഹയർ അതോറിറ്റി ആവാം. പിന്നെ എംപറർ എനർജി ഉണ്ട്. അപ്പോൾ കുറച്ചൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. കോൺഫ്ലിക്റ്റ് മീൻസ് മാനസികമായിട്ട് സമ്മർദ്ദപ്പെടാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ഇവിടെ യൂണിഫോം ജോബ്സ് ഇട്ട ആളുകൾ, അതായത് പട്ടാളക്കാരാവാം, പോലീസുകാരാവാം, എക്സൈസ് ആവാം, ഫോറസ്റ്റ്, യൂണിഫോം ജോബ്സ് ഉണ്ടല്ലോ. ഈ യൂണിഫോം ജോബ്സിൽ ഏർപ്പെട്ട ആളുകളുമായിട്ട് നമ്മളൊന്ന് സമ്പർക്കപ്പെടാനോ അല്ലെങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാകാനോ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ കോൺഫ്ലിക്റ്റിൻ്റെ കാർഡ് തന്നെയാണ് എംപറർ എനർജി എന്ന് പറയുന്നത്. ഒരു ഫാദർ ഫിഗറിന് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യത. ഫാദർ ഫിഗർ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഫാദർ ഫിഗറിന് കൊണ്ട് നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവുമോ എന്ന് വെച്ചാൽ അദ്ദേഹത്തെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്കുകൾ കേൾക്കാനൊക്കെ സാധ്യതയുള്ളതാണ് ഈ എംപററിൻ്റെ കാർഡ് എന്ന് പറയുന്ന ഫാദർ ഫിഗറാണ്. അതുപോലെ ചിലപ്പോൾ അവരുടെ ചിന്തകൾ നമ്മളെ അലോസരപ്പെടുത്തുക എന്നുള്ളതും ഉണ്ട്. അവരെക്കുറിച്ച് കേൾക്കുന്ന ചില കാര്യങ്ങളാവാം അവർക്ക് ഈ ഫാദർ ഫിഗറിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നതാകാം. അങ്ങനെ ആകാനും സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ എംപറർ എന്ന് പറയുമ്പോൾ കുറച്ച് ഈഗോയിസ്റ്റ് ആയിരിക്കും ഇന്ന ദിവസം. മറ്റുള്ളവരുടെ ഇമോഷൻസിനെ നമ്മൾ വിലവയ്ക്കാതിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ശ്രദ്ധിക്കുക. ഇന്ന് കുറച്ച് സ്ട്രക്ചേർഡ് ആയിരിക്കും. കൃത്യമായി നടന്നു പോകാത്ത കാര്യങ്ങളെയൊക്കെ കുറച്ച് സ്ട്രക്ചേർഡ് ആക്കി വെക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് അടുക്കും ചിട്ടയോടും കൂടി കാര്യങ്ങൾ നോക്കിക്കാണാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ചും കൂടെ കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. അതാണ് എംപറർ. പിന്നെ കേസ്, കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ പെട്ട് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ പാഷനേറ്റായിട്ട് നിങ്ങളുടെ ജോബിൽ പാഷനേറ്റായിട്ട് നിങ്ങളുടെ കരിയറിൽ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജി അതാണ് പറയുന്നത്. അതുപോലെ കുറച്ചൊരു നിങ്ങളെ കാണാൻ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലുള്ള ആൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്.
വരുന്ന ഇൻറ്റൻഷൻ അത്ര പാഷനറ്റ് ആയിട്ടാണ് ആൾ വരുന്നതെങ്കിലും പാഷനറ്റ് ആണ് എങ്കിൽ പോലും അവിടെ കുറച്ച് ഫിസിക്കൽ താല്പര്യങ്ങളൊക്കെ ഉള്ളതായിട്ടാണ് കാണുന്നത്. നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജി അതാണ്. ക്വിക്കായിട്ട് ആക്ഷൻ എടുക്കും. നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്നത് വളരെ പാഷനറ്റ് കൂടെ ആയിരിക്കും. നമ്മൾ തീർച്ചയായും വേണമെന്ന് വിചാരിച്ചിട്ട് തന്നെ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കുറച്ച് പാഷനറ്റ് ആയിട്ട് ജോലികളൊക്കെ വേഗത്തിൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് 2 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ 2 കാര്യങ്ങളുണ്ട് തീരുമാനം എടുക്കാനായിട്ട്. വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലാണ് നിങ്ങൾ വന്ന് തട്ടി നിൽക്കുന്നത്. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നാണ്. ഇവിടെ തീരുമാനം മുന്നോട്ട് എടുക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ക്രോസ് റോഡ് നമ്മളെ സംബന്ധിച്ച് ലൈഫിലെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രശ്നമാണ്. പ്രോബ്ലം സോൾവിങ്ങും ഡിസിഷൻ മേക്കിങ്ങും ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളാണ്. അപ്പോൾ വളരെയധികം സൂക്ഷിച്ച് തന്നെ തീരുമാനങ്ങൾ എടുക്കുക. കാരണം തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതം ഡിസൈൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 ഓഫ് സോഡ്സിൻ്റെ എനർജിയിൽ ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും കട്ട് ആൻഡ് ഡ്രൈവായിട്ട് നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്ന് കൃത്യമായി തീരുമാനം ചെയ്ത് മെഷർമെൻറ്റ് എടുത്തിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഓക്കെ, നെക്സ്റ്റ് 6 ഓഫ് കപ്സ് ആണ്. അപ്പോൾ പാസ്റ്റിൽ നിന്നും നിങ്ങളുടെ കുട്ടിയായിരുന്ന കാലത്ത് നിന്നോ നിങ്ങൾ മുമ്പ് ജീവിച്ചിരുന്ന നാട്ടിൽ നിന്നോ ഒക്കെ ആളുകളെക്കുറിച്ച് കേൾക്കാനോ കാണാനോ ഒക്കെ സാധ്യതയുണ്ട്. കുറച്ച് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഓർമ്മകളിലൊക്കെ നിങ്ങൾ ഇരിക്കാനായിട്ട് സാധ്യതയുണ്ട്. പഴയ ജോലി സ്ഥലത്തോ പഴയ വീട്ടിലോ പഴയ കൂട്ടുകാരുടെ അടുത്തേക്കോ ഒക്കെ പോകാനോ അവരുമായിട്ട് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ വരാനോ ഒക്കെ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. അതാണ് 6 ഓഫ് കപ്സ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സിബ്ലിങ്സിൽ നിന്ന്, ബ്രദറിൽ നിന്ന്, സിസ്റ്ററിൽ നിന്നൊക്കെ ചിലപ്പോൾ സഹായം കിട്ടാൻ സാധ്യതയുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മറ്റുള്ള ആളുകളിൽ നിന്ന്, നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സഹായം കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ അവിടെയും ചില സഹായങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പാരമ്പര്യ സ്വത്ത്, വീട്, അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ഓഫേഴ്സൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാവാം. ഒരു റിയൂണിയൻ്റെ കാർഡാണ് ഈ 6 ഓഫ് കപ്സ്. അപ്പം നിങ്ങൾ കാത്തിരുന്ന ഒരാൾ നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യുന്നതാവാം. ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോബ് ഓഫർ നിങ്ങളിലേക്ക് വരുന്നതാകാം. നിങ്ങൾ കാത്തിരിക്കുന്നതാണ്, അത് നിങ്ങളിലേക്ക് വരുന്നതാകാനും സാധ്യതയുണ്ട്. നെക്സ്റ്റ് 4 ഓഫ് സോഡ്സ് ആണ്. അപ്പം ഇവിടെ ഒരു 4 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് ഒരു നല്ല കാർഡല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട് 4 ഓഫ് സോഡ്സ് മരണം കേൾക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് 4 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ സർജറിയൊക്കെ കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ സർജറിക്ക് ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ സർജറി ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വീണ് പരിക്കേറ്റിട്ടോ ഒക്കെ വെയിറ്റ് ചെയ്യുകയോ റെസ്റ്റ് എടുക്കുകയോ ചെയ്യുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ അങ്ങനെ സർജറിക്ക് പോകുന്നവരോ ചിലപ്പം മുറിവേറ്റിട്ട് ട്രീറ്റ്മെൻറ്റിലിരിക്കുന്നവരോ വീണിട്ട് എവിടെയെങ്കിലുമൊക്കെ പൊട്ടലോ ഒടിവൊക്കെ ഉണ്ടായിട്ട് പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ടിരിക്കുന്നവരോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള സാധ്യതകൾ നമ്മൾ മുൻകൂട്ടി കാണുവാണ്. അതുകൊണ്ട് അത്രയധികം ശ്രദ്ധിക്കണം. പിന്നെ പറഞ്ഞ പോലെ ഒരു മരണം കേൾക്കാൻ സാധ്യതയുള്ള പോലെ കാണുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കുക, പോകുന്നതും വരുന്നതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ റെസ്റ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ ഇന്ന ദിവസം റെസ്റ്റ് എടുക്കണമെന്ന് കാണുന്നുണ്ട്. റെസ്റ്റ് എടുക്കേണ്ടുന്ന കുറേ ആളുകൾ ഉണ്ട്. ഓവർ ടൈം ഒക്കെ ചെയ്തിട്ട് വളരെ ഉറക്കമില്ലാതിരിക്കുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ആളുകളെ സംബന്ധിച്ച് ഇന്ന് റെസ്റ്റ് എടുക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടുള്ള ദിവസമായിരിക്കും കഴിഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ റെസ്റ്റ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി ബാക്ക് പെയിനോ കാലുവേദനയോ ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവാനും സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് 4 ഓഫ് കപ്സ് ആണ്. ഇത് ചിലപ്പോൾ ചില കാര്യങ്ങൾ മടുത്തുപോയി, വേണ്ടായിരുന്നോ, മടുത്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന വിധം ചില കാര്യങ്ങൾ നിങ്ങൾ മടുത്തു പോകുന്നൊരു ദിവസമാണ്. അതായത് ചിലപ്പോൾ ജോലി ചെയ്ത് മടുത്തു പോകുന്നതാവാം. ചിലപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻടോക്സിക്കേറ്റഡ് ആണെങ്കിൽ, നിങ്ങൾ ഇപ്പം മദ്യപിക്കുന്ന ആളാണെങ്കിൽ മദ്യപാനം മടുത്തു പോവുക. എന്തെങ്കിലും കാര്യങ്ങളിൽ ഓവർ അഡിക്ഷൻ ഉണ്ടെങ്കിൽ അത് കണ്ട് മടുക്കുക. ആ മടുത്തു എന്നുള്ളൊരു ഫീലാണ് ഈ ഡിസപ്പോയിൻമെൻറ്റിൻ്റെ കാർഡാണ് 4 ഓഫ് കപ്പ് എന്ന് പറയുന്നത്. ഇത് പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് അതിൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി അതിലേക്ക് ഇറങ്ങി പോകാൻ നിങ്ങൾക്ക് വയ്യ. അതുകൊണ്ട് നിങ്ങളതിനെ മടുത്ത് ഉപേക്ഷിച്ച് പോകുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ ഒരു നിങ്ങൾക്ക് നിർവികാരത തോന്നുന്നതാണ്. അതിനോട് നിർവികാരത, ചിലപ്പോൾ അത് ബന്ധങ്ങളാവാം. ബന്ധങ്ങളിൽ മടുത്തു പോവുക, ജോലിയിൽ ഒരുപാട് ജോലി ചെയ്ത് ജോലി മടുത്തു പോവുക. പിന്നെ എന്തായാലും നിങ്ങൾ എന്താണോ ഫ്രീക്വൻ്റ്ലി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണോ അതിൽ മടുപ്പ് തോന്നുക ഒരു എനർജിയാണ് 4 ഓഫ് കപ്സ്. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനോർത്ത് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നതും ആകാൻ സാധ്യതയുണ്ട്. 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ
നിങ്ങൾ കുറച്ച് കാര്യങ്ങളെ നിങ്ങൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളെ നിങ്ങൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ റിലീസ് ചെയ്യേണ്ട ദിവസമാണെന്ന്. അതിനെ നിങ്ങൾ റിലീസ് ചെയ്ത് കളയുക. നിങ്ങൾക്കത് ആവശ്യമില്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കുക, അതിനെ വിട്ട് കളയുക. അത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല. അത് എത്രത്തോളം കാലം നിങ്ങൾ കൂടെ ഇരിക്കുന്നു അത്രത്തോളം കാലം നിങ്ങൾക്ക് പെയിൻ ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു ടോക്സിക്കേഷനാണ്, നിങ്ങളും ഇൻടോക്സിക്കേറ്റഡ് ആണ്. നിങ്ങൾ ഇത് മനസ്സിൽ വെച്ചിട്ടായിരിക്കും മറ്റുള്ളവരെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, മറ്റുള്ളവരോട് പെരുമാറുന്നത്, മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ ബിഹേവിയറൊക്കെ നിങ്ങൾക്ക് പാസ്റ്റിലുണ്ടായിട്ടുള്ള കുറേ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പം നിങ്ങൾ ആ പാസ്റ്റിലുണ്ടായിട്ടുള്ള ട്രോമാസിനെല്ലാം നിങ്ങൾ റിലീസ് ചെയ്ത് കളയുക. നിങ്ങൾ അതിനെ ഓർത്തോർത്ത് ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യം ഇല്ല. അതിനെ റിലീസ് ചെയ്ത് കളഞ്ഞേക്കുക. അതാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതുപോലെ ഇന്നൊരു റെസ്ട്രിക്റ്റഡ് ആണ്, നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല, നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ദിവസമായിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പണത്തിന് ചിലപ്പോൾ ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പണത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളുകളിൽ നിന്ന് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് സഹായം കിട്ടാനും സാധ്യതയുണ്ട്. അതാണ് 4 ഓഫ് പെൻറ്റക്കിൾസ്. അതായത് കൊച്ചു കാര്യങ്ങളിൽ പണം നിങ്ങൾ സേവ് ചെയ്തിട്ട് വലിയ കാര്യങ്ങളിൽ പണം സ്പെൻഡ് ചെയ്യും. അതായത് പിശുക്ക് കാണിക്കുകയും ചെയ്യും, എന്നിട്ട് വേണ്ടാത്ത കാര്യങ്ങളിൽ കൊണ്ട് പൈസ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് 10 ഓഫ് സോഡ്സ് ആണ്. അപ്പം ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി, നിങ്ങളുടെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടതാവാം, ജോലി നഷ്ടപ്പെട്ടതാവാം, വിവാഹ ബന്ധം നഷ്ടപ്പെട്ടതാവാം, പ്രണയ നൈരാശ്യം വന്നതാകാം, കള്ളത്തരം പൊളിഞ്ഞതാകാം. അപ്പോൾ അത്തരത്തിലുള്ള എന്തോ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഇത്രയും നാളിരുന്നതെങ്കിൽ ആ ഒരു ചിന്തയെ നിങ്ങൾ വിട്ടൊഴിഞ്ഞ് കളഞ്ഞേക്കുക എന്ന് കാണുന്നുണ്ട്. അതുപോലെ ഇന്ന് ഒരു 10 ഓഫ് സോഡിൻ്റെ എനർജി ഉണ്ട്, ഒരു പെയിൻഫുൾ എൻഡിങ് ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പം കാര്യങ്ങളെ കുറച്ച് തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. എന്തോ ഒരു പെയിൻഫുൾ എൻഡിങ് ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ വിശ്വാസവഞ്ചന സംഭവിക്കുന്നതാവാം, നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണുന്നതാവാൻ സാധ്യതയുണ്ട്. കണ്ണിന് മുമ്പിൽ എന്തെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് വളരെ പെയിൻ അനുഭവിക്കുന്നതാവാൻ സാധ്യതയുണ്ട്. അതാണ് 10 ഓഫ് സോഡ്സ് പറയുന്നത്. വിശ്വാസവഞ്ചന, കള്ളത്തരം പൊളിയുക, വിവാഹ ബന്ധം വേർപെടുക, പ്രണയ നൈരാശ്യം ഉണ്ടാവുക, ജോലി നഷ്ടപ്പെടുക, അപകടങ്ങൾ ഉണ്ടാവുക, അതൊക്കെയാണ് ഈ 10 ഓഫ് സോഡ് എന്ന് പറയുന്നത്. എംപ്രസിൻ്റെ എനർജിയാണ്. അപ്പോൾ വളരെ അബണ്ടൻ്റ് ആയിട്ടിരിക്കാൻ പറ്റും എന്നാണ്, വളരെ ഫിനാൻഷ്യലി അബണ്ടൻ്റ് ആയിട്ടിരിക്കാൻ പറ്റും, വളരെ ഭാഗ്യത്തോടു കൂടി ഇരിക്കാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്നേ ദിവസം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു പ്രഗ്നൻസി, ചിലപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നതാവാം, നിങ്ങളുടെ ഫാമിലിയിലേക്ക് പുതിയ ബേബി വരുന്നെന്ന് അറിയുന്നതാവാം, അല്ലെങ്കിൽ വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു ആളാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് തന്നെ, വളരെ ക്രിയേറ്റീവ് ആൻഡ് ഫെർട്ടൈൽ ആണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന ഒരു ദിവസമായിട്ട് തോന്നുന്നുണ്ട്. ഇന്ന് നിങ്ങളെ വളരെ ഭംഗിയായിട്ടൊക്കെ അണിയിച്ചൊരുക്കിയായിരിക്കും നിങ്ങൾ പുറത്തേക്കൊക്കെ പോകുന്നത്. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയുന്നത് കേൾക്കാനൊക്കെ നിങ്ങൾക്ക് ഇന്ന് അവസരം ഉണ്ടാവും. നിങ്ങൾ അഭിനന്ദിക്കപ്പെടാനോ മറ്റുള്ളവർ നിങ്ങളെ ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാനൊക്കെ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് രസമായിട്ടാണ് സംസാരിക്കുന്നത്, എന്ത് രസമായിട്ടാണ് ആടുന്നത് എന്നൊക്കെ ആരെങ്കിലും ഒരു കോംപ്ലിമെൻ്റ് ഒക്കെ പറയാനായിട്ട് സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. ബോട്ടം വന്നിരിക്കുന്ന 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഓവർ വർക്ക് ചെയ്യേണ്ടി വരും. ചെയ്യുന്ന ജോലിയിൽ തന്നെ വീണ്ടും ആവർത്തിച്ച് ചെയ്ത് നിങ്ങൾക്ക് ഭയങ്കര മടുപ്പ്, ബോറടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ സെയിം കാർഡ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവർ വർക്ക് ചെയ്യുക, ഓവർ വർക്ക് ചെയ്യുമ്പോൾ മടുപ്പ് അനുഭവപ്പെടുക, അതൊക്കെയാണ്. ചെയ്ത ആ ജോലിയിൽ മാസ്റ്ററിയൊക്കെ കിട്ടും, പക്ഷേ ആ ജോലിയോട് ഭയങ്കര മടുപ്പ് തോന്നാൻ സാധ്യതയുണ്ട്. ഇത് ഓവർ ടൈം ഒക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് കൂടുതൽ ജോലി ചെയ്യുക, കൂടുതൽ പണം സേവ് ചെയ്യുക എന്നതും കൂടെ ഈ 8 ഓഫ് പെൻറ്റക്കിൾസിനകത്ത് വരുന്നുണ്ട്. 8 ഓഫ് പെൻറ്റക്കിൾസിന് വേറൊരു അർത്ഥം ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവുക എന്നാണ്. അതായത് നിങ്ങൾ കണ്ണിന് മുമ്പിൽ എന്തെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ, നിങ്ങൾ ഏറ്റവും വിശ്വസിച്ചിരുന്ന ആളുകളോടുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടൊക്കെയാണ് ഈ 8 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ബന്ധം നിലനിർത്താൻ വേണ്ടി ഓവർ വർക്ക് ചെയ്യേണ്ടി വരിക, ഇതൊക്കെയാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 5 ഓഫ് സോഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ചതി പോലുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരു നിങ്ങളെ അവർ മേക്ക് യൂസ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും. നിങ്ങളെ ഉപയോഗിച്ച് അവർ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഫാദർ ഫിഗറുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കുഴപ്പിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് ചെന്ന് ഇടപെടാനൊക്കെ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുറേ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ട്. അത് പറയേണ്ടത് കൊണ്ടാണ് കേട്ടോ. അന്നേരം നെഗറ്റീവ് കാർഡ്സ് എടുത്ത് പോസിറ്റീവ് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത്? ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് ഇന്നത്തെ ദിവസം തരുന്നതെന്ന് നോക്കാം. ഏഞ്ചൽസ് ഗൈഡൻസ്.
ഫസ്റ്റ് കാർഡ് വന്നിട്ട് ചൂസ് എ ന്യൂ ഡിറക്ഷനാണ്. അപ്പോൾ നിങ്ങൾ പോകുന്ന വഴിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതൊന്ന് മാറി ചിന്തിക്കാനാണ് പറയുന്നത്. നിങ്ങൾ പോകുന്ന വഴി, നിങ്ങൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്ന, തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന ആ വഴിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് തീരുമാനിക്കുക, വഴി മാറ്റി പിടിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കാനാണ് പറയുന്നത്. സെക്കൻഡ് കാർഡ് വന്നിട്ട് ബി അസേർട്ടീവ് ആണ്. ദൃഢനിശ്ചയമെടുത്ത് മുന്നോട്ട് പോവുക, തീരുമാനം എടുക്കുക, അതിൽ ഉറച്ചു നിൽക്കുക എന്നാണ് ബി അസേർട്ടീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് കാർഡ് വന്നിട്ട് യെസ് ആണ്. അപ്പോൾ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വരുമ്പോൾ വേണോ വേണ്ടേ എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് യെസ് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്. ദെൻ ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് കിട്ടുന്നത്, എന്ത് ഒറാക്കിൾ മെസ്സേജസ് ആണ് ലവേഴ്സിനുള്ളത് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് സെപ്പറേഷനാണ്. ടൈം അപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്ണർ ഈസ് ഓൺ ദ ഹൊറൈസൺ. അപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു സെപ്പറേഷൻ ഫേസിലായിരിക്കും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ഫേസ്, നിങ്ങൾ മുൻപെപ്പോഴോ ചെയ്തൊരു തെറ്റിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുന്നതാണ്. ഈ ഒരു സെപ്പറേഷൻ ഫേസ് നിങ്ങൾക്ക് വരാനുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ആ സെപ്പറേഷൻ ഫേസ് അനുഭവിച്ച് കഴിയുമ്പോൾ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാനുള്ളത് കൊണ്ടാണ് ആ വേദന അനുഭവിക്കേണ്ടി വരുന്നതെന്ന് മനസ്സിലാക്കുക. ആ വേദന അനുഭവിച്ച് കഴിയുമ്പോൾ അവർ തിരിച്ചു വരാനുള്ളവരാണ് എങ്കിൽ, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ സെപ്പറേഷന് ഒരു ഫലമുണ്ടാവും, സെപ്പറേഷൻ ഫേസിൽ ഒരു ഫലമുണ്ടാവും. നെക്സ്റ്റ് കെമിസ്ട്രിയാണ്. നിങ്ങൾ സെപ്പറേഷൻ ഫേസിലായാലും കൊള്ളാം, മിണ്ടിയാലും കൊള്ളാം, മിണ്ടിയില്ലെങ്കിലും കൊള്ളാം, നിങ്ങൾ തമ്മിൽ എന്തെല്ലാം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായാലും ശരി, എന്തൊക്കെ ഉണ്ടായാലും ശരി, ഫിസിക്കലി നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ശരി, ആന്തരികമായിട്ട് സോൾഫുള്ളി നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ട്. നിങ്ങൾ തമ്മിൽ ഒരിക്കലും കാണാൻ കഴിയാത്ത, ഒരിക്കലും ഫീൽ ചെയ്യാൻ മാത്രം പറ്റുന്ന ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടെന്നാണ് കെമിസ്ട്രി പറയുന്നത്. ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ്. നിങ്ങൾ സ്നേഹിച്ചോളൂ, നിങ്ങൾ സ്നേഹിക്കാൻ അർഹതപ്പെട്ടവരാണ്, നിങ്ങൾക്ക് സ്നേഹിക്കുന്നത് സുരക്ഷിതമാണ്, നിങ്ങൾ സ്നേഹിച്ചോളൂ എന്നാണ്. ഓപ്പൺ യുവർ ഹാർട്ട് ടു ഗീവ് ആൻഡ് റിസീവ് ദ ഹയസ്റ്റ് എനർജി ഓഫ് ഓൾ. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു വയ്ക്കൂ. നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ അർഹരാണ്, സ്നേഹിക്കപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു വയ്ക്കൂ എന്നാണ് ലവേഴ്സ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഈ ഗൈഡൻസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റോട് ചെയ്യണം, ഹൈപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളത് ഹൈപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു സോ മച്ച്.